മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ഏകാദശസ്കന്ധം സപ്തദശോധ്യായ 17-ാമത്തെ അധ്യായം. ഉദ്ധവ ഉവാച യസ്ത്വയാ അഭിഹിതഃ പൂർവം ധർമ്മഃ ത്വൽഭക്തിലക്ഷണ വർണ്ണാശ്രമാചാരവതം സർവേഷാം ദ്വിപദാമപി. ഭഗവാനെ, അങ്ങ് ഈ വർണ്ണങ്ങളെയും ആശ്രമങ്ങളെയും അനുസരിച്ചിട്ടുള്ള ഇതുണ്ടല്ലോ, സർവേഷ എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടിയിട്ടുള്ള അങ്ങയിൽ ഭക്തി ഉണ്ടാക്കി തീർക്കുക എന്നുള്ള ലക്ഷണത്തോട് കൂടിയിട്ടുള്ള ആ പരമമായിട്ടുള്ള ധർമ്മം ഈ കൽപ്പത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഭഗവാനിൽ ഭക്തി ഉണ്ടാക്കാൻ വേണ്ടി ആ ധർമാചരണം ചെയ്യുക, വർണ്ണാശ്രമ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. യഥാ അനുഷ്ഠീയമാനേന ത്വയി ഭക്തി നൃണാം ഭവേൽ സ്വധർമ്മേണ അരവിന്ദാക്ഷ തത് സമാഖ്യാതുമരിഹസി. അങ്ങനെ അതിനെ വേണ്ട രീതിയിൽ അനുഷ്ഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങയിൽ, അതായത് മനുഷ്യന്മാർക്ക് അങ്ങയിൽ ഭക്തി ഉണ്ടാവും. ആ സ്വധർമ്മേണ അവൻ്റെ അതിന് സ്വഭാവത്തിന് അനുവിധമായിട്ടുള്ള ലഭിച്ചുള്ള ധർമ്മം കൊണ്ട് ഭഗവാനെ ഭജിച്ചാൽ ഭഗവാനെ പ്രാപിക്കുന്നുള്ളത്. അത് അങ്ങ് ഒന്ന് വിസ്തരിച്ച് വേണ്ട വിധത്തിൽ എങ്ങനെയാണെന്നത് എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് പറയുകയാണ്. പുരാഖില മഹാബാഹോ ധർമ്മം പരമഹം പ്രഭോ യത്തേന ഹംസരൂപേണ ബ്രഹ്മണി വ്യാപ്തമാധവ. അങ്ങ് പണ്ട് ആ ഒരു ഹംസത്തിൻ്റെ രൂപത്തിൽ ആ സനകാദി മഹർഷിമാരും അതുമാതിരി ബ്രഹ്മാവും നിൽക്കുന്ന സമയത്ത് അവർക്കായിട്ട് അങ്ങ് ഉപദേശിക്കുകയുണ്ടായി അങ്ങ് പറഞ്ഞിട്ടുണ്ടായല്ലോ. ആ ധർമ്മത്തിന് വീണ്ടും അങ്ങ് ഒന്ന് പറഞ്ഞു തരണം. അപ്പം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ന് വെച്ചാൽ കാലം കൊണ്ട് അത് മറന്നുപോയിരിക്കണം. അതുകൊണ്ട് വീണ്ടും ഒന്ന് ഉറപ്പിപ്പിക്കാൻ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് എന്നാണ് ഉദ്ധവൻ്റെ ഉദ്ദേശം. ഇദാനിം സുമഹദാ കാലേന അമിത്രകരിശന ന പ്രായോ ഭവിതാമർത്യ ലോകേ അനുശാസിത. അമിത്രകരിശന എന്നാണ്, അതായത് ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കാൻ കഴിവുള്ള ഭഗവാനെ അങ്ങ് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടും ആ പരമ്പരയായിട്ട് അനുവർത്തിച്ച് വരുന്നതായിട്ടുള്ള ആ ധർമ്മം എന്തുണ്ടായി? സുമഹദാ കാലേന, വളരെ കാലം കൊണ്ട് എന്തുണ്ടായി? ഈ മനുഷ്യലോകത്തിൽ ഇപ്പോൾ ആ പ്രായേണ അത് നഷ്ടപ്രായമായിരിക്കണു, ഇല്ലാണ്ടേ ഇരിക്കണു. വക്ര കർത്താവിധാന്യോ ധർമ്മസ്യ അച്യുതേ ഭുവി സഭായാമവിവൈരിഞ്യം എത്ര മൂർത്തിധരാ കലാ. ഈ ധർമ്മത്തിനെ യഥാർത്ഥത്തിൽ പറഞ്ഞു തരാനും അത് ആ വേണ്ട രീതിയിൽ അനുവർത്തിച്ച് കാണിച്ചു തരാനും അങ്ങേമാതിരി ഒരു ശ്രേഷ്ഠനായിട്ടുള്ള അയോഗ്യനായിട്ടുള്ള ആള് ഇല്ല എന്ന് പറയണം. എവിടെ? ഈ ലോകത്തിലെന്നല്ല, ആ ബ്രഹ്മലോകത്തിലും കൂടി ഇല്ല എന്ന് പറയണം. കാരണം അവിടെ എത്ര മൂർത്തിധരാ കല. അവിടെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങയുടെ തന്നെ കലകളായിട്ടുള്ള ദേവന്മാരെ എല്ലാവരും ഉണ്ട്. അതേമാതിരി തന്നെ വേദങ്ങൾ തന്നെ അവിടെ മൂർത്തിഭവിച്ചുകൊണ്ട് അവിടെ ഇരിക്കേണ്ട. അങ്ങനെയുള്ള അവിടെയും കൂടിയിട്ട് യഥാർത്ഥത്തിലുള്ള ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വേണം? അങ്ങ് വേണം. അപ്പോൾ പിന്നെ ഈ ഭൂമിയിലത്തെ കഥ പറയാനുണ്ടോ ചോദിക്കുകയാണ്. കർത്താവിത്രാ പ്രവക്ത്രാച ഭവതാ മധുസൂദന ത്യക്ലേ മഹീതലേ ദേവ വിനഷ്ടം കപ്രഭക്ഷ്യതി. അത് വേണ്ട രീതിയിൽ നടത്തുന്നവനും അതുമായി അവിത്ര, ആ ധർമ്മം ചെയ്യുന്ന ആൾക്കാരെ രക്ഷിക്കുന്നവനും, പ്രവക്ത്ര വേണ്ട രീതിയിൽ ഉപദേശിക്കുന്നവനായിട്ടുള്ള അങ്ങ് ഈ ഭൂലോകം ഉപേക്ഷിച്ച് പോയാൽ എന്താ ഉണ്ടാവുക? ആ വിനിഷ്ടം പ്രവക്ഷ്യതി, ആ ധർമ്മം മുഴുവൻ നശിച്ചു പോകും. കാരണം പിന്നെ ആ ധർമ്മത്തെ ആരാണ് വേണ്ട രീതിയിൽ ഉപദേശിക്കുക? അതുകൊണ്ട് ഇപ്പോൾ തത്വം സർവധർമ്മജ്ഞ ധർമ്മത്വൽ ഭക്തിലക്ഷണ യഥാ യസ്യ വിധീയേത തഥാ വർണ്ണയമേ പ്രഭോ. അതുകൊണ്ട് യഥാ യസ്യ വിധീയേത, അതായത് ഏത് പ്രകാരം ഏതൊരുവന് ഏത് വിധത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ ആ രീതികൾ അനുസരിച്ച് ആ അങ്ങയുടെ ഭക്തി ലക്ഷണമായിട്ടുള്ള അതിലെ ആ ധർമ്മത്തെ അങ്ങ് എനിക്ക് എനിക്ക് പറഞ്ഞു തരണേ എന്നാണ് ഉദ്ധവൻ ഭഗവാനോട് പറയണത്. കാരണം നേരത്തെ പറഞ്ഞില്ലേ, ആ ഭഗവാൻ ഉദ്ധവനിൽ കൂടിയിട്ടാണ് ഈ ഭാഗവധർമ്മങ്ങൾ ഈ ലോകത്തിൽ നിലനിൽക്കാൻ വേണ്ടി ഭഗവാന്റെ ഒരു ഉദ്ദേശമായിരുന്നു എന്ന് തൃതീയ സ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ശ്രീശോവാച ഇത്തം സ്വഭൃത്യ മുഖ്യേന പൃഷ്ട സ ഭഗവാൻ ഹരി പ്രീത
ക്ഷേമായ മർത്യാനം ധർമാനാഹസനാഥനൻ. ഇങ്ങനെ തൻ്റെ ഭക്തന്മാരിൽ വെച്ച് മുഖ്യനായിട്ടുള്ള ആ ഉദ്ധവനാൽ ചോദിക്കപ്പെട്ട ഭഗവാനായിട്ടുള്ള ഹരി ആ സന്തോഷത്തോടുകൂടി ക്ഷേമായ മർത്യാനാം എല്ലാ മനുഷ്യന്മാരുടെയും ക്ഷേമത്തിനായിക്കൊണ്ട് രക്ഷയ്ക്കായിക്കൊണ്ട് ധർമാൻ മഹത്തായുള്ള ഈ ധർമ്മങ്ങളെ ആ സനാതന ധർമ്മങ്ങളെ ഭഗവാൻ പറയാൻ തുടങ്ങി. ശ്രീ ഭഗവാൻ ഉവാച ധർമ്മ്യ ഏഷ തവ പ്രശ്നോ ശ്രേയസകരോ നൃണം വർണ്ണാശ്രമാചര വർണ്ണാശ്രമാചാരവതം തമുദ്ധവനിബോധമേ. അങ്ങയുടെ ഈ ചോദ്യം വളരെ ധർമ്മ്യമായിട്ടുള്ളത്, അതായത് ധർമ്മത്തിൽ നിന്ന് ഒട്ടും തെറ്റായിട്ടുള്ളതാണെന്ന് പറയുകയാണ്. ഇനിയോ വർണ്ണ ആശ്രമ ആചാരവതം, വർണ്ണങ്ങളെയും ആശ്രമങ്ങളെയും അതിനനുസരിച്ചുള്ള ആചാരങ്ങളെയും അനുസരിക്കുന്ന നൃണാം മനുഷ്യർക്ക് നൈശ്രേയസകര ആത്യന്തിക ശ്രേയസ്സുണ്ടാക്കുന്ന ഭക്തി ഉണ്ടാക്കി തീർക്കുന്നതാണ് ആ അങ്ങയുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം. മേ നിബോധ, ഞാൻ പറയാൻ എന്താ കേട്ടോളൂ എന്ന് പറയുകയാണ് ഭഗവാൻ. ആദൗ കൃതയുഗേ വർണ്ണോ നൃണം ഹംസൈരിസ്മൃത കൃതകൃത്യ പ്രജാജാത്യ തസ്മാൽ കൃതയുഗം വിദു. ആദ്യത്തെ യുഗം കൃതയുഗമാണ്. അവിടെ കൃതയുഗം എന്നാ പറയുന്നത്. അവിടെ എല്ലാവരും കൃതകൃത്യന്മാരാണ്. ജാത്യ ജനിച്ചപ്പോൾ തന്നെ എല്ലാവരും കൃതകൃത്യന്മാരാണെന്ന് പറയുന്നത്. അന്ന് ഒരൊറ്റ വർണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്താണ്? ഹംസം എന്നാണ് പറയുക. എന്താ ഈ ഹംസം? എന്താ ഹംസ? രണ്ടക്ഷരങ്ങളാണ്. ആ സ, അത് തിരിച്ചിട്ട് നോക്കൂ. സ ഹ, അതായത് സ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ പറയുമ്പോൾ സോഹം, സോഹം, അതായത് താൻ തന്നെ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഭാവത്തിൽ അതിൽ പൂർണ്ണ ആത്മാരാമന്മാരായിട്ടുള്ള ആൾക്കാരായിരുന്നു, ആ കൃതകൃത്യന്മാരായിട്ടുള്ള ആൾക്കാരായിരുന്നു ആ കാലത്ത്. അപ്പോൾ എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള ഒരേ ഒരു വർണ്ണ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ഒരേ പ്രവൃത്തി, അവർക്ക് വേറെ പ്രവൃത്തികളോ ഒന്നും, അവരങ്ങനെ ആനന്ദത്തിൽ ആത്മാനന്ദത്തിൽ മുഴുകി അങ്ങനെ ഇരിക്കുകയായിരുന്നു അവർ. ഈ കൃതയുഗത്തിൽ പ്രായേണ സത്വഗുണമാണ് എല്ലാവരും, സത്വഗുണക്കാരായിരുന്നു എല്ലാവരും പറയുകയാണ്. അതുകൊണ്ടാണ് ഈ പരിഭ്രമം ഒന്നുമില്ലാണ്ട് ജ്ഞാനവും ഭക്തിയും എല്ലാവർക്കും നിറഞ്ഞു നിന്നിരുന്നത്. പിന്നെയോ വേദപ്രണവേവാഗ്രേ ധർമ്മോഹം വൃഷരൂപധൃക് ഉപാസതേ തപോനിഷ്ഠ ഹംസം മാം മുക്തകിൽബിഷ. ഈ കാലത്ത് ആ വേദം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒറ്റ നീളു പ്രണവമന്ത്രം ഓം എന്ന് മാത്രം. അതാ ഇതിൽ ധർമ്മോഹം വൃഷരൂപധൃക്. ഞാൻ ആ ധർമ്മത്തിൻ്റെ രൂപത്തിലൊരു കാലട രൂപത്തിലായിരുന്നു ഞാൻ. ആ എൻ്റെ 4 കാലുകളായിട്ട് എങ്ങനെയാണ് സത്യം, ദയ, തപസ്, ശൗചം, ഇങ്ങനെ 4 കാലുകളും ആയിട്ടുള്ള ധർമ്മത്തിൻ്റെ കാലുകളായിട്ട് അതെല്ലാം വേണ്ട രീതിയിൽ പ്രവർത്തിക്കപ്പെട്ടിരുന്നു എന്ന് പറയുകയാണ്. എല്ലാവരും എന്നെ ആ ധർമ്മത്തിനെ ഉപാസിച്ചിരുന്നു. തപോനിഷ്ഠന്മാരായിട്ട് ഹംസം മം മുക്ത കേൽബിഷ. മനസ്സിൽ ഒട്ടും കാപട്ടില്ലാണ്ട് പാപമില്ലാണ്ട് എല്ലാവരും എന്നെ തന്നെ ഭജിച്ചുകൊണ്ടിരുന്നിരുന്നു എന്ന് പറയുകയാണ്. കൃതയുഗത്തിലെ ത്രേതാമുഹേ മഹാഭാഗ പ്രാണാന്മേ ഹൃദയാത്രൈ വിദ്യാ പ്രാദുരവുൾത്തസ്യ അഹമാസം ത്രിവിൺമഖ. ആ ഉദ്ധവ, ഈ ത്രേതായുഗം തുടങ്ങി ആരംഭിച്ചപ്പോൾ എന്തുണ്ടായി? എൻ്റെ പ്രാണങ്ങളിൽ ഇതിൽ ഇളപ്പം, അതിൻ്റെ ഇളക്കം നിമിത്തം എന്തുണ്ടായി? എൻ്റെ ഹൃദയത്തിൽ നിന്ന് ത്രയീ വിദ്യ, 3 അവയവങ്ങളോട് കൂടിയിട്ടുള്ള ആ വേദം വീണ്ടും ഉണ്ടായി എന്നാണ്. അതിൽ നിന്ന് 3 വിഭാഗങ്ങളായിട്ടുള്ള യാഗരൂപനായിട്ടുള്ള, അതായത് മഖ, അഹം, ആസം, യാഗങ്ങളും യജ്ഞം ഉണ്ടായി എന്നിൽ നിന്ന് ത്രേതായുഗത്തിൻ്റെ ആരംഭത്തിൽ. എന്താ 3? ആ ഋഗ്വേദം, യജുർവേദം, സാമവേദം, ഇങ്ങനെ 3 എണ്ണമാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാവങ്ങളിൽ നിന്ന് ഋഗ്വേദത്തിൽ നിന്ന് ഹോതാവ്, അതുമാതിരി യജുർവേദത്തിൻ്റെതായിട്ടുള്ള അധ്വര്യവും, സാമയോഗത്തിൽ നിന്ന് വേദത്തിൽ നിന്നാണ് ഉദ്ഗാതാവ്. ഇങ്ങനെ 3 തരത്തിലുള്ള ആ വിഭാഗങ്ങളുള്ള യാഗങ്ങൾ ഉണ്ടായി. ഈ യാഗത്തിൻ്റെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് യജമാനെ ഉപദേശിക്കുന്ന ഇവർക്കാണ് ഹോതാവ്. ഋത്വിക് എന്ന് പറയുകയാണ് ഹോതാവ് ഈ ഋഗ്വേദത്തിൻ്റെ. മറ്റേത് അധ്വർയം എന്ന് പറയും യജുർവേദത്തിൻ്റെതായിട്ടുള്ള. സാമവേദത്തിൻ്റെതായിട്ടുള്ള ഇതിന് ഋത്വിക്കിന് ഉദ്ഗാതാവ് എന്ന് പറയും. ഇങ്ങനെ 3 തരത്തിലുള്ള യാഗങ്ങളാസം ഉണ്ടായി എന്ന് പറയുകയാണ്. ആ യാഗസ്വരൂപനായാണ് യജ്ഞൻ എന്നുള്ള പേരിൽ യജ്ഞോ വൈ വിഷ്ണു എന്നുള്ള രൂപത്തിൽ ശ്രുതിയിലൊക്കെ പറയപ്പെട്ടത്. വിപ്ര ക്ഷത്രിയ വിക്ഷൂദ്ര മുഖബാഹൂരുപാദജ വൈരാജൽ പുരുഷാൽ ജാത യ ആത്മാചാര ലക്ഷണ. ഈ സമയത്ത് എങ്ങനെയാണ് എൻ്റെ ആ വിരാട് പുരുഷൻ്റെ ശരീരത്തിൽ, ഞാനാവുന്ന വിരാട് പുരുഷൻ്റെ ആ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ബ്രാഹ്മണന്മാർ, ക്ഷത്രിയന്മാർ, വൈശ്യന്മാർ, ശൂദ്രന്മാരൊക്കെ ഉണ്ടായി. എങ്ങനെയാണ്? മുഖത്തിൽ നിന്ന് ബ്രാഹ്മണനുണ്ടായി, കൈകളിൽ നിന്ന് ക്ഷത്രിയനുണ്ടായി, ഊരുക്കളിൽ നിന്ന് വൈശ്യന്മാരുണ്ടായി, പിന്നെയോ പാദങ്ങളിൽ നിന്ന് ശൂദ്രന്മാരും ഉണ്ടായി.
അവരുടെ ഈ അവരവരുടേതായിട്ടുള്ള ആചാരത്തിൻ്റെയും ലക്ഷണത്തിലും കൂടി ചേർന്നവരായിരുന്നു അവർ. പിന്നെ ഗൃഹശ്രമോ ജഗനതോ ബ്രഹ്മചര്യം ഹൃദോ മമ വക്ഷസ്ഥാനാൽ വനേവാസോ ന്യാസ ശീർഷണി സംസ്ഥിത. കഴിഞ്ഞ ശ്ലോകത്തിൽ വർണ്ണങ്ങളെ പറ്റി പറഞ്ഞു വിരാട് പുരുഷന്റെ ഏതേത് ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്ന്. ഇനി ആശ്രമങ്ങൾ, ഗൃഹസ്ഥാശ്രമം എന്നുള്ളത് എവിടുന്നാണ് ഉണ്ടായത്? ഭഗവാന്റെ അരക്കെട്ടിൽ നിന്നാണ് ഉണ്ടായത്. ജഗനതോ ബ്രഹ്മചര്യം ഹൃദോ മമ, വിരാട് പുരുഷന്റെ ഹൃദയത്തിൽ നിന്ന് ബ്രഹ്മചര്യം എന്നുള്ള ആ ആശ്രമം ഉണ്ടായി. വക്ഷസ്ഥാനാൽ വനവാസം എന്നുള്ളതില്ലേ, വാനപ്രസ്ഥം എന്നുള്ളത് ആ ഭഗവാൻ വക്ഷസിൽ നിന്നാണ് ഉണ്ടായത്. ന്യാസ ശീർഷണി സംസ്ഥിത, ശിരസിൽ നിന്ന് സന്യാസവും ഉണ്ടായി. വർണ്ണാനാം ആശ്രമാണാം ച ജന്മഭൂമ്യനുസാരിണി ആസൻ പ്രകൃതയോ നൃണം നീചോത്തമോത്തമൈ. ഇങ്ങനെ നീചോത്തമോത്തമെന്ന് ആവാം, അല്ല ഉത്തമോത്തമൈ എന്നാണ് ഇതിൽ ഗോപാലൻ നായരുടെ പുസ്തകത്തിൽ. ഇതൊക്കെ ചെറിയ പാഠഭേദങ്ങളാണ്. എന്താണ് ഈ വർണ്ണങ്ങളുടെയും ആശ്രമങ്ങളുടെയും സ്ഥാനങ്ങളുണ്ടല്ലോ, ജന്മഭൂമി അനുസാരിണി, അതായത് ആ എവിടുന്നാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ആ ജന്മം എന്നുള്ളതിനനുസരിച്ച് കൊണ്ട് ആസൻ പ്രകൃതയോ നൃണം, അതിന് അതേ രീതിയിലുള്ള പ്രകൃതികൾ ഉത്തമം അഥമം എന്നുള്ള രീതിയിലുള്ള പ്രകൃതികളും ഉണ്ടായി മനുഷ്യന്മാർക്ക്. ഒപ്പം തന്നെ അതിന് ഉത്തമം, അതുമാതിരി അധമം, നീചം, ഉത്തമോത്തമം എന്നുള്ള 4 ഭാവങ്ങളും ഈ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് ഉണ്ടായി എന്നുള്ള അതിൻ്റെ ആ രീതിയിൽ ഉണ്ടായി എന്ന് പറയുകയാണ്. അതായത് ഇപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ മുഖത്തു നിന്നാണ് ഉണ്ടായത്, മറ്റേതെന്ന് പറഞ്ഞാൽ കാല്, ശൂദ്രൻ എന്ന് പറഞ്ഞാൽ കാലിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സങ്കല്പിച്ചു, കാലിനേക്കാൾ ശ്രേഷ്ഠല്ലേ മുഖം എന്നുള്ളത്, അതുകൊണ്ട് ബ്രാഹ്മണൻ അങ്ങനെ ശ്രേഷ്ഠമായി എന്ന് പറഞ്ഞു. അതുമാതിരി ഏറ്റവും ശിരസിൽ നിന്നുണ്ടായത് സന്യാസാശ്രമം മറ്റുള്ള ആശ്രമങ്ങളിലേക്കാളൊക്കെ കേമാണ് എന്നുള്ള അങ്ങനെയുള്ള ചില അഭിപ്രായ ഭാവങ്ങളുണ്ടായി എന്ന് പറയുകയാണ്. ശമോദമസ്തവശൗചം സന്തോഷാന്തിരാർജവം മൽഭക്തിശ്ചതയാ സത്യം ബ്രഹ്മപ്രകൃതയസ്ത്രിമാ. ഇവിടെ ഉണ്ടായാലും ആ ബ്രാഹ്മണൻ ആദ്യം വിരാട് പുരുഷന്റെ മുഖത്തിൽ നിന്നുണ്ടായിച്ചാലും ആ ബ്രാഹ്മണന് ചില ലക്ഷണങ്ങളുണ്ട്. അതാണ് പറയുന്നത്. ആ ലക്ഷണങ്ങളുള്ള ആളാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണൻ, അല്ലാണ്ട് പിന്നീട് ജന്മം കൊണ്ടുണ്ടായതല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ശമ, അതിലെ മനസ്സിനെ നിയന്ത്രിക്കുക, ദമ, ബാഹ്യേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, നല്ല തപസ്, അന്യർക്ക് വേണ്ടി തപസ് ചെയ്യാനുള്ള അത്, പിന്നെ ശൗചം, മനസ്സിനും അകത്തും പുറത്തുള്ള ശുദ്ധി, സന്തോഷം, എന്താ കിട്ടിയിട്ടുള്ള സന്തോഷം, ശാന്തി, ക്ഷമ, ആർജവം, കാപട്യം ഒട്ടുമില്ലാത്ത അവസ്ഥ, ഭക്തി, എന്നിലെപ്പോഴും ഭക്തി, ഈ ദയാ, കാരുണ്യം, സത്യമാർത്ഥം, ദർശനം, ഇതൊക്കെയാണ് ബ്രഹ്മപ്രകൃതയ. ഇതാണ് ബ്രാഹ്മണരുടെ സ്വഭാവമായിട്ടുള്ള ഗുണങ്ങളാണത് പറയുന്നത്. ഇങ്ങനെയുള്ള ഗുണങ്ങൾ തിരിഞ്ഞ സ്വഭാവമായിട്ടുള്ള ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണര്. തേജോബലം ധൃതി ശൗര്യം തിരിക്ഷൗദാര്യമുദ്യമ സ്ഥൈര്യം ബ്രഹ്മണ്യതൈശ്വര്യം ക്ഷത്രപ്രകൃതയസ്ത്വിമാ. നല്ല തേജസ്, അതേമാതിരി ബലം, സാമർഥ്യം, ധൃതി എന്ന് പറഞ്ഞാൽ എന്തിനും സഹിക്കാനുള്ള ദുഃഖങ്ങളെയൊക്കെ സഹിക്കാനുള്ള കഴിവതാണ് ധൃതി. ശൗര്യം, യുദ്ധത്തിൽ ഒട്ടും പേടിയില്ലാത്ത അവസ്ഥ. തിരിക്ഷ, അതേ സമയത്ത് തന്നെ നല്ല അന്യരുടെ അപരാധങ്ങളെ സഹിക്കാനുള്ള കഴിവ്. എന്നിട്ടോ നല്ല ദാനശീലം, ഔദാര്യം, ഉദ്യമ, പ്രവർത്തിക്കാനുള്ള ഇതിനുള്ള സാമർഥ്യം, സ്ഥിരത, ബ്രഹ്മണ്യത, ബ്രാഹ്മണ ഭക്തി, ഈശ്വരൻ ഭാവം, ഈ വസ്തുക്കളെല്ലാം ക്ഷത്രപ്രകൃത, ഈ ഗുണങ്ങളൊക്കെ തികഞ്ഞ ആൾക്കാരാണ് ക്ഷത്രിയൻ എന്ന് പറയാം. ആസ്തിക്യം ദാനനിഷ്ഠാച അദംഭോ ബ്രഹ്മസേവനം അതുഷ്ഠിരർത്ഥോപജയൈർ വൈശ്യപ്രകൃതയസ്ത്വിമാ. നല്ല ഈശ്വരവിശ്വാസമുള്ള ആളാണ്. അതുമാതിരി നല്ല ദാനങ്ങളിലൊക്കെ നല്ല നിഷ്ഠയുണ്ട്, സ്ഥിരത, പ്രവൃത്തികളിലൊക്കെ സ്ഥിരത ഉണ്ട്, കപടം ഇല്ലാതില്ല, എന്താണ് കാപട്യം ഇല്ലാത്ത അവസ്ഥ, അതാണ് അദംഭം. പിന്നെയോ ബ്രഹ്മസേവനം, ബ്രാഹ്മണരെ സേവിക്കാനുള്ള ഒരു ഭാവം. അർത്ഥോപജയൈ അതുഷ്ടി, കയ്യിലുള്ള ധനം അതിൽ അപജയെ വർദ്ധിക്കുക, അതിൽ നശിക്കുക, അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് തൃപ്തിയിലായ വരിക. വൈശ്യപ്രകൃത, ഇതൊക്കെ വൈശ്യരുടെ ഗുണങ്ങളാണെന്ന് പറയുകയാണ്. ആ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാത്വിക ഗുണം മാത്രമുള്ള ആളാണ് ബ്രാഹ്മണൻ. കുറച്ച് രജസ്സും കൂടി കൂടുമ്പോഴാണ്, രജോ ഗുണം നല്ലോണം വർദ്ധിച്ച് സത്വഗുണം കൂടുമ്പോഴാണ് ക്ഷത്രിയൻ. ആ രജവും തമവും കൂടിയുള്ള ആളാണ് വൈശ്യൻ. ഇനി ശൂദ്രൻ നമ്മളിക്കോ തമോ ഗുണം മാത്രമേ ഉള്ളൂ. ശുശ്രൂഷണം ദ്വിജഗവം ദേവാനം ചപ്യമായയാ
തത്ര ലഭ്യേന സന്തോഷ ശൂദ്രപ്രകൃതയസ്തിമാ. അമായ കാപട്യം കൂടാണ്ട് ബ്രാഹ്മണരെയും പശുക്കളെയും ദേവന്മാരെയൊക്കെ ശുശ്രൂഷ ചെയ്യുക. അതുമാതിരി അതിൽ കിട്ടിയ സന്തോഷം കൊണ്ട്, അതിൽ കിട്ടിയ ധനം കൊണ്ട് സന്തോഷിക്കുക. ഇതാണ് ശൂദ്രന്മാരുടെ സ്വഭാവങ്ങൾ. അശൗചം അമൃതം സ്ഥേയം നാസ്തിക്യം ശുഷ്കവിഗ്രഹ കാമക്രോധശ്ച ദർശശ്ച സ്വഭാവം ദേവതായിനം. അതിൽ നീചയായിട്ടുള്ള ആൾക്കാരുള്ള ശൂദ്രന്മാരിൽ നീചയായിട്ടുള്ള അന്തേവസായിനം എന്ന് പറയുക, ഏറ്റവും താഴെയുള്ള ആൾക്കാരെ, കീഴ്ക്കടയുള്ള ആൾക്കാർ, അവർക്ക് എന്താണ് അശൗചവും ശുദ്ധിയില്ല, പ്രവൃത്തികളിൽ കളവ് പറയും ധാരാളം. പിന്നെയോ കളവ്, സ്ഥേയം ഇതുണ്ട്. പിന്നെയോ നാസ്തിക്ക് ഈശ്വരവിശ്വാസമില്ലായ മതിയായിട്ടുള്ള കാരണങ്ങൾ കൂടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ശുഷ്ക വിഗ്രഹം, അങ്ങോട്ടും ഇങ്ങോട്ട് തമ്മിൽ തല്ല, വേണ്ടാത്ത വസ്തുക്കളിലൊക്കെ ആഗ്രഹം, ആ ആഗ്രഹം ലഭിക്കാനുള്ള ദ്വേഷ്യം, അങ്ങോട്ടും ഇതിൽ തരിഷം, അമിതമായിട്ടുള്ള ആശ, ഇതൊക്കെ ഈ അന്തേവസായികളുടെ ലക്ഷണങ്ങളാണെന്ന് പറയുകയാണ്. ഇതൊക്കെ ഈ ലക്ഷണങ്ങളെ കൊണ്ട് നമ്മൾ സ്വയം മനസ്സിലാക്കണം നമ്മളെവിടെ നിൽക്കണത് എന്നുള്ളത്. പിന്നെയോ ഇനി എല്ലാ വർണ്ണങ്ങൾക്കും ഇതായിട്ടുള്ള ഇതുണ്ട്. അഹിംസ, സത്യം, അസ്തേയം, അകാമക്രോധലോഭത ഭൂതപ്രിയഹിരേഹാച ധർമ്മോയം സർവവർണ്ണിക. ഈ 4 ഗുണങ്ങൾ എല്ലാ വർണ്ണങ്ങൾക്കും വേണ്ടതാണ്. എന്താണ്? അഹിംസ, ആരെയും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവിക്കാതിരിക്കുക. പരമാർത്ഥ ഭാഷണം, അതാണ് സത്യം. അസ്തേയം, ഒരിക്കലും അന്യരുടെ മുതൽ കക്കാതിരിക്കുക. അകാമക്രോധലോഭത, കാമം, ക്രോധം, ലോഭം ഇതൊന്നും ഇല്ലാത്ത അവസ്ഥ. ഭൂതപ്രിയഹിരേഹ, പ്രാണികൾക്ക് ഹിതത്തെയും പ്രിയത്തെയും നടത്തുക അതിനുള്ള ആഗ്രഹം. അയം, ഈ ധർമ്മം ഉണ്ടല്ലോ, ഇതെല്ലാ വർണ്ണങ്ങളിലും ഉള്ളവർക്ക് വേണ്ടതാണ് ആണ് ഭഗവാൻ പറയണത്. ദ്വിതീയം പ്രാപ്യ അനുപൂർവ്യ ജന്മോപനയനം ദ്വിജ വസൻ ഗുരുകുലൈദാന്തോ ബ്രഹ്മാതീത ചാഹുത. ഇങ്ങനെ ഇനി ആ വർണ്ണങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ആശ്രമങ്ങളുടെ ഓരോ ഇതിങ്ങനെ പറയുകയാണ്. അതായത് ആദ്യം ബ്രഹ്മചര്യമാണ്. ബ്രഹ്മചര്യത്തിന് വേണ്ടിയിട്ട് എന്താണ് ക്രമപ്രാപ്തമായിരിക്കുന്ന ദ്വിതീയം ജന്മ, അതായത് 2ാമത്തെ ജന്മം ദ്വിജൻ. ബ്രാഹ്മണർക്കാണ്, അതുപോലെ ക്ഷത്രിയർക്കും വൈശ്യന്മാർക്കൊക്കെ അവരൊക്കെ ദ്വിജൻ എന്ന് പറയും. കാരണം അവർക്ക് ഈ സംസ്കാരങ്ങളിൽ കൂടിയിട്ട് ഉപനയനമൊക്കെ കഴിഞ്ഞ് അവർക്ക് വീണ്ടും 2ാമത്തെ ജന്മം ലഭിച്ച മാതിരിയാണ്. അതുകൊണ്ടാണ് അവർ ദ്വിജൻ എന്ന് പറയുന്നത്. അതങ്ങനെ ആ ദ്വിതീയം ജന്മ ഉപനയനം ചെയ്യുക, പൂണൂല് ധരിക്കുക എന്ന് പ്രാപിച്ചിട്ട് ആ ബ്രാഹ്മണൻ എന്ത് ചെയ്യണം? ദാന്ത ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ചിട്ട് ഗുരുകുലേ വസൻ, ഗുരുവിൻ്റെ ആ ഗൃഹത്തിൽ വസിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ആ ആഹ്വാനത്തിനുള്ള ആജ്ഞയ്ക്ക് അധീനനായിട്ട് ബ്രഹ്മ അധീയത അർത്ഥാലോചനയോടെ നല്ല അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വേദത്തെ പഠിക്കണം. ഓരോ മനുഷ്യനും 16 ഷോഡശ സംസ്കാരങ്ങൾ ഉണ്ടെന്നാണ് പറയുക. ഇതിൽ 8ാമത്തെ സംസ്കാരമാണ് ഈ ഉപനയനം എന്നുള്ളത്. ഈ ഉപനയനം കഴിഞ്ഞാൽ മാത്രമേ ആ വിദ്യാഭ്യാസത്തിനുള്ള കഴിവ് അതിലെ അതിന് അധികാരിയാവൂ. അതുകൊണ്ടാണ് ഉപനയനം കഴിഞ്ഞാൽ ദ്വിജന്മത്തെ 2ാമത്തെ ജന്മമാണെന്ന് പറയുന്നത്. പിന്നെയോ അങ്ങനെ അതിനുള്ള ഈ ബ്രാഹ്മണന്റെ അതിൽ ഗുരു ഉപദേശത്തോട് കൂടിയിട്ട് വേദങ്ങളെ പഠിക്കുമ്പോൾ അതെങ്ങനെയാണ്? ചാഹുത എന്നില്ല, അതാണ് അതിൽ എങ്ങനെയാണ് അർത്ഥം? അധീത എന്നാണ്. അർത്ഥാലോചന കൂടെ പഠിക്കണം എന്ന് ഇവിടെ പ്രത്യേകം പറയണം. വെറുതെ ഇങ്ങനെ വേദങ്ങൾ അങ്ങനെ കാണാണ്ട് പഠിച്ചുകൊണ്ട് ചെല്ലും. ഏതും അതെ, യഥാർത്ഥത്തിൽ വേദങ്ങളെന്നല്ല. നമ്മളിപ്പോൾ പല കീർത്തനങ്ങൾ ചെല്ലും, സംസ്കൃതത്തിൽ നാരായണീ ഇതൊക്കെ എല്ലാവരും ഇങ്ങനെ പാരായണം ചെയ്യാറുണ്ട്. തിരക്കടൊന്നുമില്ല, നല്ല തന്നെയാണ്. അത് മെല്ലെ 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 ആ ഓരോ ശ്ലോകങ്ങളുടെയും അർത്ഥം എന്താണെന്നും കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെല്ലുകയാണെന്ന് വെച്ചാൽ എന്തുണ്ടാവും? വളരെയധികം ഗുണം ഉണ്ടാവും. ഇതിനേക്കാളിലൊക്കെ ഗുണം ഉണ്ടാവും എന്നും കൂടി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മാതീത, ആ ബ്രഹ്മം അധീത, അത് അർത്ഥം അറിഞ്ഞുകൊണ്ട് പഠിക്കണം എന്നാണ് പറയണത്. ചൊല്ലിയ മാത്രം പോരാന്നാണ്. പിന്നെ മേഖലാജിനദണ്ഡാക്ഷ ബ്രഹ്മസൂത്ര കമണ്ഡലൂൻ ജഡിലോദൗതവാസോ രക്തവീണ കുശണ്ഡതൽ. ആ ബ്രഹ്മചാരിയുടെ ഓരോ രീതികൾ പറയുകയാണ്. മേഖലാജിനദണ്ഡാക്ഷ ബ്രഹ്മസൂത്ര കമണ്ഡലൂൻ. ആ മേഖല എന്നില്ലേ, മുഞ്ഞക്കയറ് എന്ന് പറയും. പിന്നെയോ പൂണൂലിൻ്റെ സ്ഥാനത്തിരുന്നതാണത്. പിന്നെ കൃഷ്ണമൃഗത്തിൻ്റെ തോലാണ് ഉടുക്കാറ്. കയ്യിൽ ഇതിൻ്റെ ഒരു ദണ്ഡുണ്ടാവും, അടി ഉണ്ടാവും, ജപമാല ഉണ്ടാവണം. പിന്നെയോ
അതിലെ മേഖല എന്ന് പറഞ്ഞാൽ മുഞ്ഞക്കയർ, അതൊരു അരയിൽ കെട്ടണതുകൊണ്ട് മറ്റേനാണ് പൂണൂല്, ഇത് പറയുക എന്താണ് ബ്രഹ്മസൂത്രമാണ് പൂണൂല്. പിന്നെ കയ്യിലെ ജലപാത്രം കമണ്ടലുണ്ട്, ഇതൊക്കെ ധരിച്ചുകൊണ്ട് ദർഭയും കയ്യിൽ വെച്ചുകൊണ്ട് തലയിൽ നിന്ന് വൃത്തിയൊന്നും അല്ലേ അതിൽ ജട പിടിച്ചിരിക്കണം തല. അധോദത വാസ, പല്ല് തേക്കുക, വസ്ത്രം നനച്ച് കുളിക്കുക, അതൊന്നും ചെയ്യാണ്ട് അരക്കഥ പീഠ, ചായം തേച്ച് നല്ല ഭംഗിയുള്ള പീഠോ അതൊന്നും പാടില്ല എന്ന് പറയുകയാണ്. കിട്ടിയ പുൽപ്പായോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള പീഠത്തിൽ വേണം ചെന്നിരിക്കുക. അതിലൊന്നും ശ്രദ്ധ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശം. സ്നാനഭോജന ഹോമേഷു ജപോച്ചാരേ ചവാഗ്യത നച്ഛിന്യ നഗരോമാണി കക്ഷോപസ്തഗതന്യവീ. ആ സ്ഥാന ഭോജന ഹോമേഷു, കുളി അതുമാതിരി ഭക്ഷണം കഴിക്കുക, ഹോമം അതില്ലേ അതുമാതിരി ജപോച്ചാരെ ജപിക്കുന്നതിലും അതുമാതിരി വിസർജന സമയത്തിലും ഈ സമയങ്ങളിലൊന്നും വാഗ്യത സംസാരിക്കാൻ പാടില്ല, പറയുകയാണ്. പിന്നെ ഇതിൽ നഖം മുറിക്കുക അതുമാതിരി ക്ഷൗരം ചെയ്തൊന്നും പ്രവൃത്തികളൊന്നും പാടില്ല എന്ന് പറയുകയാണ്. ഈ ബ്രഹ്മചാര്യ സമയത്ത് ഏതോ നാവകിരേൽ ജാതു ബ്രഹ്മം വ്രതതരസ്വയം അവകീർണോവഗാഹ്യാപ്സു യഥാസു ത്രിപതിം ജപിൽ. ഈ അത് അവകീർണേവാണെന്ത് അങ്ങനെ മറ്റേ ചിഹ്നട്ടിട്ടിരിക്കുകയാണ് അതിൽ ഈ ഒരു ഗ്രന്ഥത്തിൽ അല്ലേ. അതെ, അവകീർണേ അവഗാഹ്യാസു, ഇത് അവകീർണ എന്ന് വിസർഗം വെച്ചിട്ട് അപ്പോൾ അതായിട്ട് അവകീർണോന്നാക്കിയിരിക്കുകയാണ് ഗോപാലനാരുടെ പുസ്തകത്തിൽ. ഇതൊക്കെ വ്യാകരണത്തിൻ്റെ ഒരു രീതികളാണ്. ഏതായാലും ഉദ്ദേശം അർത്ഥം മാത്രം നമുക്ക് മനസ്സിലാക്കിയാൽ മതി തൽക്കാലം. അതായത് അവകീർണ എന്ന് വെച്ചാൽ അതായതല്ലേ ഈ ഒരു ബ്രഹ്മചാരി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയെ പറ്റി ചിന്തിക്കുകയോ ലൗകികമായിട്ടുള്ള വിഷയങ്ങളിലോ ഒന്നും പാടില്ല. എന്തെങ്കിലും അങ്ങനെ ഇതങ്ങനെ ഉണ്ടായി കഴിഞ്ഞു വെച്ചാൽ ശുദ്ധമായിട്ട് ജലത്തിൽ കുളിച്ചിട്ട് പ്രാണായാമം ചെയ്ത് മനസ്സിനേക്ക് ശുദ്ധി വരുത്തണം, എന്നിട്ട് ഗായത്രി മന്ത്രം ജപിക്കണം എന്നൊക്കെയാണ് പറയുക. അങ്ങനെ ബ്രഹ്മവ്രതധരനായിട്ടുള്ള അത് സമയത്ത്. പിന്നെയോ അജ്ഞാർക്ക ആചാര്യഗോ വിപ്ര ഗുരുവൃദ്ധസുരൻസുരി സമാഹിതൗ ആസീത സന്ധ്യേച യഥവാഗ്ജവൻ. എല്ലാ സന്ധ്യകളിലും എന്ത് ചെയ്യണം? സമാഹിതനായിട്ട് വേണ്ട രീതിയിൽ ഏകാഗ്രചിത്തനായിട്ട് വാക്കിനെ ഒതുക്കിയിട്ട് മന്ത്രം ജപിച്ചുകൊണ്ട് സന്ധ്യ 2 സന്ധ്യകളിൽ നിന്നാണ് പറയണത്. സൂര്യൻ അതുമാതിരി അഗ്നി, ഗുരുനാഥൻ, പശു, ബ്രാഹ്മണൻ, ഗുരുഭൂതന്മാരെ, വൈശ്യന്മാരെ ഇവരെല്ലാവരെയും സേവിക്കണം 2 സന്ധ്യകളിലും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അഗ്നിയിൽ ഹോമം ചെയ്തുകൊണ്ട് അഗ്നിയെ അർഘ്യം തർപ്പണം ചെയ്തിട്ട് സൂര്യദേവനെ നമസ്കാരം ശുശ്രൂഷ അങ്ങനത്തെ പ്രവൃത്തികളെ കൊണ്ട് ഗുരുവിനെ. പശുക്കളെ എങ്ങനെയാണ് അതിന് നല്ല പുല്ലും വെള്ളമൊക്കെ കൊടുക്കുക ആശ്രമത്തിലുള്ള പശുക്കൾക്ക്. പിന്നെ വരുന്ന ബ്രാഹ്മണരെ അവരെയൊക്കെ നമസ്കരിച്ചിട്ടും അവർക്ക് വേണ്ട സേവനം ചെയ്തുകൊണ്ട് മാതാപിതാക്കന്മാർ, ബ്രാഹ്മണരെ, ഗുരുഭൂതന്മാരെ, വൃദ്ധന്മാർ അവരെയൊക്കെ ഒട്ടും കാപട്ടില്ലാണ്ട് യഥാർത്ഥ ഭക്തിയോടും വിനയത്തോടും കൂടി അവരെയൊക്കെ സേവിക്കണം. എന്നിട്ടോ സന്ധ്യാസമയങ്ങളിൽ മൗനവ്രതം എടുത്തുകൊണ്ട് സന്ധ്യാവന്തനാദി നമസ്കാര ക്രിയകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ആചാര്യം മാം വിജാനീയൽ നവമന്യേത ഗർഹ്യജിൽ നമർത്യബുദ്ധ്യാസൂയേത സർവദേവമയോ ഗുരു. ആചാര്യം മാം വിജാനീയൽ, ആ ഗുരുവിനെ എങ്ങനെ ഞാൻ തന്നെ ഭഗവാനാണെന്നുള്ള സങ്കല്പത്തെ അറിഞ്ഞുകൊണ്ട് വേണം അദ്ദേഹത്തിനോട് പ്രവർത്തിക്കാൻ. അദ്ദേഹത്തിനെ അതുകൊണ്ട് അവമന്യേത, ഒരിക്കലും അദ്ദേഹത്തിനെ അവമാനിക്കരുത്. ഒരു സാധാരണ മനുഷ്യനാണെന്നുള്ള ഭാവത്തിൽ അദ്ദേഹത്തിനെ ഒരിക്കലും കാണരുത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അസൂയപ്പെടരുത് എന്ന് പറയുകയാണ്. ഗുരു സർവദേവമയ, ഗുരു എന്ന് പറഞ്ഞാൽ ആചാര്യൻ എല്ലാ ദേവന്മാരുടെയും രൂപമാണെന്ന് ചിന്തിക്കണം എന്ന് പറയുകയാണ്. സായം പ്രാതരുപാനീയ ഭക്ഷ്യം തസ്മൈ നിവേദയിൽ അനുജ്ഞാതം ഉപയുഞ്ജീത സംയത. രാവിലെയും വൈകുന്നേരവും ഭക്ഷ്യം, അതായത് ഭിക്ഷ കൊണ്ടുവന്നിട്ട് കൊണ്ടുവരുന്ന അതുണ്ടല്ലോ ഭക്ഷണം, അതിനെ കൊണ്ടുവന്ന് അന്യമായിട്ട് കിട്ടുന്നതിന് എന്തും കിട്ടുന്നത് വേറെ ഭിക്ഷയായി ലഭിച്ച് കിട്ടുന്നതും വേറെ ആരെങ്കിലും അറിഞ്ഞു തരുന്നതായിട്ട് എല്ലാ വസ്തുക്കളെയും ഗുരുവിനായിക്കൊണ്ട് നിവേദയിൽ നിവേദിക്കണം. എന്നിട്ടോ ഗുരുവിൻ്റെ അനുവാദം കിട്ടിയതിന് ശേഷം സംയത ഒതുക്കത്തോടു കൂടിയിട്ട് അതിനെ ഉപയോഗിക്കണം. ശുശ്രൂഷമാണമാചാര്യം സദോവാസീത നീചവൽ യാനശയ്യാസനസ്ഥാനൈർ നാദിദൂരേ കൃതാഞ്ജലി. ആചാര്യനെ
എപ്പോഴും എങ്ങനെ ശുശ്രൂഷിക്കണം, താൻ വളരെ തന്നെ നീചനാണ്, അദ്ദേഹത്തിന് മുമ്പിൽ താൻ ആരുമല്ല എന്നുള്ള ആ ഭാവത്തോടു കൂടി വിനയത്തോടു കൂടിയിട്ട് എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് അദ്ദേഹത്തിന് ശുശ്രൂഷിച്ചുകൊണ്ട് ശയ്യാസനസ്ഥാനി നടപ്പ് കിടപ്പ് ഇരിപ്പ് വിശ്രമമൊക്കെ ചെയ്യുന്ന സമയത്തും അധികം ദൂരത്തല്ലാണ്ട് തൊഴുതും കൊണ്ട് അദ്ദേഹത്തിനെ സേവിച്ചുകൊണ്ട് കിടക്കുന്ന സമയത്ത് കാലു ഒഴിഞ്ഞു കൊടുക്കുക, അതുമാതിരി ഇരിക്കുന്ന സമയത്ത് ഇരിപ്പിടൊക്കെ നന്നാക്കി കൊടുക്കുക, വസ്ത്രങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചെയ്യാമെടുത്ത് കൊടുക്കുക, അങ്ങനെയുള്ള ഓരോ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ ഉപാസിക്കണം. ഏവം വൃത്തോ ഗുരുകുലേ വസേൽ ഭോഗവിവർജിത വിദ്യാസമാപ്യതേയാവത് വിഭ്രൽ വ്രതം അഖണ്ഡിതം. ഇങ്ങനെ ഈ ഗുരുകുലത്തിൽ വസിക്കുന്നവനായിട്ട് ഇങ്ങനെ ഈ രീതിയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് ഗുരുവിൻ്റെ അടുത്ത് നിന്ന് എല്ലാ സുഖങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നിയമങ്ങളൊക്കെ ഒരു മുടക്കവും വരാണ്ട് വഹിച്ചുകൊണ്ട് യാവൽ വിദ്യാസമാപ്യതയെ വിദ്യാഭ്യാസം കഴിയുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ വസിക്കണം. യദ്യസൗ ഛന്ദസാം ലോകമാരോക്ഷ്യൻ ബ്രഹ്മവിഷ്ടവം ഗുരവേ വിന്യസേൽ ദേഹം സ്വാധ്യായാർത്ഥം മൃഗൽവ്രതാ. ഇങ്ങനെ ഛന്ദസാം ലോകം ബ്രഹ്മവിഷ്ടവം ആരോഗ്യൻ യതി. ഇനി ഇങ്ങനെ ഈ ബ്രഹ്മചര്യവ്രതം കഴിഞ്ഞു, വിദ്യാഭ്യാസം കഴിഞ്ഞാൽ നേരിട്ട് ബ്രഹ്മലോകത്തിലേക്ക് പോകാനാണ് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വേദങ്ങളിലൊക്കെ സ്ഥാനമായിട്ടുള്ള ബ്രഹ്മലോകത്തിലേക്ക് പോകാനാണ് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം? സ്വാധ്യായാർത്ഥം ഗുരവേ വിന്യസയിൽ തൻ്റെ വേദം പഠിപ്പിക്കാനായിക്കൊണ്ട് തൻ്റെ ശരീരത്തിനെ ഗുരുവിന് സമർപ്പിക്കണം എന്ന് പറയുകയാണ്. ഈ ബ്രഹ്മചാരികൾ രണ്ട് തരണ്ട്, ഉപകുർവാണെന്നും പറയും, നൈഷ്ഠിക ബ്രഹ്മചാരി, ഇങ്ങനെ രണ്ടുപേരും. ഉപകുർവാൻ എന്നുള്ളത് ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ഒക്കെ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ വേണമെച്ചാൽ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകാം ഉപകുർവാണ്. എന്നാൽ നൈഷ്ഠിക ബ്രഹ്മചാരി എന്ത് ചെയ്യും? ഇത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഈ ലൗകികമായിട്ടുള്ള വിഷയങ്ങളിലൊന്നും താല്പര്യമില്ല. അപ്പം അതാണ് പറഞ്ഞത്, തൻ്റെ ശരീരവും എന്തിനു വേണ്ടിയിട്ട്? ഗുരു ശുശ്രൂഷയ്ക്കും വേദാധ്യയനത്തിനും വേണ്ടി മാത്രം ചിലവ്. അതാണ് ബ്രഹ്മലോകം മാത്രം പോകാനാണ് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് വർത്തിക്കണം. ആ സമയത്ത് ജീവിതകാലം മുഴുവൻ തൻ്റെ ശരീരം ഒരേ ഒരു ദിനയുള്ള ഗുരു ശുശ്രൂഷ അതുമാതിരി പഠിപ്പിക്കുക എന്നുള്ള ഭാവം. അതാണ് അഗ്നൗ ഗുരാവാത്മനിജ സർവഭൂതേഷു മാംബരം അപൃഥഗ്ധീരുവാസീത ബ്രഹ്മവർച്ചസ്യ അകൽമഷ. അങ്ങനെ ബ്രഹ്മ തേജസ്സുള്ളതായിട്ടുള്ള ആ ബ്രഹ്മചാരി അകൽമഷ ഒരു പാപവും ചെയ്യാണ്ട് ആ പൃഥഗ്ധി വേദബുദ്ധി ഒന്നിലും ഇല്ലാണ്ടായിട്ട് അഗ്നിയിലും ഗുരുവിലും ആത്മാവിലും എല്ലാ ഭൂതങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് പരമമായിട്ടുള്ള പരബ്രഹ്മസ്വരൂപിയല്ല ഭഗവാൻ തന്നെയാണെന്നുള്ള ആ സങ്കല്പത്തോടുകൂടി എല്ലാറ്റിനെയും ഒരേ ഭാവത്തിൽ കണ്ടുകൊണ്ട് അങ്ങനെ ഉപാസിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള അതില്ലേ അവരുടെ അടുത്ത് ഇതില്ലേ അങ്ങനെയുള്ള ബ്രഹ്മവർച്ചസ് എന്ന് പറഞ്ഞാൽ മഹത്തായുള്ള തേജസ്സാവും. അങ്ങനെയുള്ള അവരുടെയൊക്കെ അടുത്ത് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പാപം കൂടി ഇല്ലാണ്ടായി തീരും. സനകാദി യോഗിമാർ, അതുമാതിരി നമ്മുടെ നവയോഗികൾ, അവരൊക്കെ അങ്ങനത്തെ ആൾക്കാരായിരുന്നു. സ്ത്രീണാം നിരീക്ഷണ സ്പർശ സംലാപക്ഷേളനാധികം പ്രാണിനോ മിഥുനീവോദ ന ഗൃഹസ്ഥോഗ്രത ത്യജേൽ. സ്ത്രീകളുടെ ഇതില്ലേ അവരെന്നില്ലേ അവരുടെ ഒന്ന് കണ്ട് കാണുക, സ്പരിശോ ഒരു ഇന്ദ്രിയങ്ങളെ കൊണ്ടും സ്ത്രീകളെ പ്രാപിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. അതുമാതിരി സ്ത്രീകളും പുരുഷന്മാരും ചേർന്നിരിക്കുന്നതൊന്നും കാണാൻ പാടില്ല. ഇങ്ങനെയുള്ള ഭാവത്തിൽ അങ്ങനത്തെ ഒന്നും ഈ ലൗകികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ടായിരിക്കണം ഈ ബ്രഹ്മചാരി ചരിക്കേണ്ടത്. ശൗചമാചമനം സ്നാനം സന്ധ്യോപാസനമാർജവം തീർത്ഥസേവാ ജപോസ്പൃശ്യ ഭക്ഷ്യാസംഭക്ഷ്യവർജനം. ശൗചം പുറത്തും അകത്തുമൊക്കെ ശുദ്ധി ഉണ്ടായിരിക്കുക. ആചമനം എന്തെങ്കിലും എപ്പോഴും ആചമനം ചെയ്തിട്ട് മുഖം ഇതൊക്കെ ശുദ്ധീകരിച്ചുകൊണ്ട് വെക്കണം. സ്നാനം സന്ധ്യാവന്ദനം ചെയ്യുക, നല്ല എല്ലാ ആർജവം പരമാർത്ഥ വിചാരം ചെയ്യുക, ആ തീർത്ഥസ്നാനങ്ങൾ ചെയ്യുക, ജപിച്ചുകൊണ്ടിരിക്കുക. അസ്പൃശ്യ അഭക്ഷ്യ അസംഭാക്ഷ്യവർജനം, തൊടാൻ പാടില്ലാത്തത്, അതുമാതിരി ഭക്ഷിക്കാൻ പാടില്ലാത്തത്, അതുമാതിരി അതൊക്കെ ഭക്ഷിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, ആരോടാ സംസാരിക്കാൻ പാടില്ലാത്ത അവരോട് സംസാരിക്കാൻ പാടില്ല. ഇങ്ങനെ കൊള്ളരുതാത്തുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുക. സർവാശ്രമപ്രയുക്തോയം നിയമ കുലനന്ദന മദ്ഭാവ സർവഭൂതേഷു മനോവാക്കായ സംയമ. ഉദ്ധവ കുലനന്ദന എന്ന് പറയുന്നത് കുലത്തെ കീർത്തിപ്പെടുത്താൻ യോഗ്യനായുള്ള ആളാണ് അങ്ങ്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാറ്റിനും സംയമനം വരുത്തുക. എന്നിട്ടോ സർവഭൂതേഷു മൽഭാവം, എല്ലാ ഭൂതങ്ങളിലും ഞാനാണെന്നുള്ള ആ ഭാവം. ഈ നിയമം സർവ സകല ആശ്രമികളെയും സംബന്ധിച്ചുള്ളതാണ്. ഈ ബ്രഹ്മചാരി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമല്ല എല്ലാവർക്കും ഇത് പ്രായോഗികമാണെന്ന്.
പ്രാവർത്തികമാണെന്നാണ് പറയുന്നത് ഭഗവാൻ. ഏവം ബൃഹദ്വ്രതരോ ബ്രാഹ്മണോഗ്നിരിവജ്വലൻ മൽഭക്തതിവ്രതപസ ദഗ്ധകർമാശയോമല. ഇങ്ങനെ നല്ല നിത്യ ബ്രഹ്മചാരിത്തെ ധരിച്ചിരിക്കുന്ന ആ ബ്രാഹ്മണൻ തീ പോലെ ജ്വലിച്ചുകൊണ്ട് എന്തുണ്ടാവും? കഠിനമായുള്ള തപസ്സുകൊണ്ട് ആ തൻ്റെ കർമ്മവാസനകളെയും എല്ലാം നശിപ്പിച്ചിട്ട് ആ അഗ്നി കൊണ്ട് ദഹിപ്പിച്ചിട്ട് എൻ്റെ ഭക്തനായിട്ട് അമലാശയനായിട്ട് ഭവിക്കും എന്ന് പറയുകയാണ് ഭഗവാൻ. ആവേക്ഷ്യൻ യഥാ ജിജ്ഞാസിതാഗമ ഗുരവേ ദക്ഷിണം ദത്വാ സ്നായാൽ കുർവനുമോദിത. ഇങ്ങനെ ആ നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ ആ അവസ്ഥ പറഞ്ഞു. അങ്ങനെ അവസാനം വരെ കഴിഞ്ഞ അല്ലാതെങ്കിൽ ഈ ഉപകുർവാണം എന്ന് പറഞ്ഞുള്ള ആ അവസ്ഥ ഉണ്ടല്ലോ, അതായത് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം യഥാ ജിജ്ഞാസിത വേദത്തെ വേണ്ടും വിധം അറിഞ്ഞിട്ട് എന്ത് ചെയ്യാം? അനന്തരം ആവേക്ഷ്യൻ മറ്റേ അടുത്ത പിന്നത്തെ ആശ്രമത്തെ പ്രവേശിക്കാൻ, അതായത് ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യണം? ഗുരവേ ദക്ഷിണാം ദത്വ, ഗുരുവിന് വേണ്ട രീതിയിലുള്ള ദക്ഷിണയൊക്കെ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഗുരു അനുമോദിത, അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി സ്നാനം ചെയ്തിട്ട് സ്നായാൽ ഗൃഹം വനം വോ വിവശയിൽ പ്രവ്രജയിൽ വാദ്യോത്തമ ആശ്രമാദാശ്രമം ഗച്ഛേൽ നാന്യതാമൽപരശ്ചരേൽ. ഇങ്ങനെ നേരത്തെ പറഞ്ഞതിൻ്റെ പറയുകയാണ് വീണ്ടും. അതായത് ഒന്നില്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ച് അത് കഴിഞ്ഞ് വാനപ്രസ്ഥം, അത് കഴിഞ്ഞ് സന്യാസം, അങ്ങനെ മെല്ലെ മെല്ലെ പോവാം. ആശ്രമം ഗച്ഛേൽ. അല്ലാന്നുണ്ടെങ്കിലോ നാന്യതാമൽപരശ്ചരേൽ, അല്ലാന്നുണ്ടെങ്കിൽ മൽപരനായിട്ട് നേരിട്ട് എന്നെ അങ്ങോട്ട് പ്രാപിക്കാനും കഴിയുമെന്ന് പറയുകയാണ് ഭഗവാൻ. ഇല്ലേ, ഗൃഹസ്ഥാശ്രമം പ്രാപിക്കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് വാനപ്രസ്ഥത്തിലേക്ക് പോകാൻ അങ്ങനെയും കഴിയുമെന്ന് പറയുകയാണ് ഈ ബ്രഹ്മചാരിക്ക്. ഗൃഹാർത്ഥി, ഇനി ഗൃഹസ്ഥാശ്രമത്തിന്റെ ഇത് കഥ പറയാണ്. ഗൃഹാർത്ഥി സദൃശീം ഭാര്യാം ഉദ്വഹേൽ ആജുഗൂപ്സിതം യവീയസിം തു വയസാ യാം സവർണാം അനുക്രമാൽ. അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തെ പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ള ആ ബ്രഹ്മചാരി എന്ത് ചെയ്യണം? ആജുഗുപ്സിതാം വയസാ യവീയസീം. ഞാൻ ഈ പുസ്തകത്തെയാണ് യവീയസീം തു വയസാ യാം സവർണാം അനുക്രമ. യവീയസീം വയസ്സുകൊണ്ട് തനിക്ക് പ്രായം കൊണ്ട് തനിക്ക് കുറവായിരിക്കണം, ഒട്ടും നിന്ദിതയല്ലാത്ത നല്ല സ്വഭാവമായിട്ടുള്ളതായിരിക്കണം, നല്ല സമാന ജാതിയിൽ ജനിച്ചവളായിട്ടുള്ള യാം യാതൊരുത്തിയോ തനിക്ക് തുല്യായിട്ടുള്ള താം ഭാര്യാം അനുക്രമാൽ, ക്രമം തെറ്റാതെ ഉദ്വഹേൽ വിവരിച്ചതാണ്. ആ ക്രമം തെറ്റാതെ വിവാഹം കഴിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് തൻ്റെ ബ്രാഹ്മണൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജാതിയിലുള്ള മറ്റു താഴെയുള്ളവരൊക്കെ വിവാഹം കഴിക്കും. ക്ഷത്രിയന് തൻ്റെ വർണ്ണത്തിലും അതുമാതിരി താഴെയുള്ള 2 വർണ്ണങ്ങളിലാവാം. വൈശ്യന് സ്വജാതിയിലും ശൂദ്രജാതിയിലും. ശൂദ്രന് സ്വജാതിയിലും മാത്രമേ വിവാഹം കഴിക്കൂ. അതാണ് അതിൽ ക്രമം തെറ്റാണ്ട് എന്നുള്ളത് അനുക്രമ എന്ന് പറയുന്ന അർത്ഥം. അങ്ങനെ തിരിച്ചുള്ള വിവാഹങ്ങൾ പാടില്ല എന്നാണ്, പണ്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയണത്. ക്രമം തെറ്റി നടക്കുന്ന അത് ലോകക്ഷേമത്തിന് ഉചിതമല്ലാത്തത് കാരണം സത്തുക്കളായിട്ടുള്ള ആൾക്കാർ ആ സമ്പ്രദായത്തെ അംഗീകരിക്കരുതെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇജ്യാദ്യയനദാനാനി സർവേഷാം ച ദ്വിജന്മനാം പ്രതിഗ്രഹോധ്യാപനം ച ബ്രാഹ്മണസ്യൈവ യാചനം. ഇനി ബ്രാഹ്മണൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണ്. ഇജ്യാദ്യയന ദാനാനി, യാഗം ചെയ്യുക, അതുമാതിരി അധ്യയനം, വേദങ്ങളെയൊക്കെ പഠിക്കുക, ദാനം ഇതൊക്കെ ധാരാളം ചെയ്യുക. സർവേഷാം ബ്രാഹ്മണർക്കൊക്കെയും വേണ്ടതാണെന്ന് പറയുകയാണ്. പിന്നെയോ പ്രതിഗ്രഹ അധ്യാപനം, ദാനം സ്വീകരിക്കുക, വേദം പഠിപ്പിക്കുക, യജിപ്പിക്കുക. ഇത് ബ്രാഹ്മണസ്യ ഏവ, ഇത് ബ്രാഹ്മണന് മാത്രം അധികാരമുള്ളതാണ്. ബാക്കി ഇതിൽ പഠിക്കുക, യാഗം ചെയ്യുക, വേദം പഠിക്കുക, ദാനങ്ങൾ, ഇതൊക്കെ എല്ലാ ദ്വിജന്മാർക്കും, ആ ബ്രാഹ്മണർക്കും മറ്റുള്ളവർക്കും ഒക്കെ വന്നാലോ വേദങ്ങൾ പഠിപ്പിക്കുക, അതുമാതിരി യാഗങ്ങൾ ചെയ്യിപ്പിക്കുക, ഇതൊക്കെ ബ്രാഹ്മണന് മാത്രം പറഞ്ഞിട്ടുള്ളതാണെന്നാണ്. പ്രതിഗ്രഹം മന്യമാന തപസ്തേജോ യശോനുദം അന്യാഭ്യാമേവ ജീവേദ ശിലേർവാ ദോഷതൃപ്തയോ. ദാനം വാങ്ങുക എന്നുള്ളത് തപ തേജോയശോനുദം, ആ വേണ്ട രീതിയിലുള്ള നിയമത്തിനും പ്രഭാവത്തിനും കീർത്തിക്കും ഹാനികരാണെന്ന് വിചാരിക്കുന്ന ഒരാളുണ്ടല്ലോ. അതായത് വേറെ ദാനം വാങ്ങുക എന്നുള്ളത് അന്യാഭ്യാം മറ്റു 2 വൃത്തികൾ കൊണ്ട് തന്നെ ജീവിക്കണം എന്ന് പറയുകയാണ്. അതാണ് മറ്റു 2 വൃത്തികൾ. അതായത് ദാനം വാങ്ങാൻ കഴിയുന്നതെങ്കിൽ പഠിപ്പിക്കുക, യജ്ഞങ്ങൾ ചെയ്യുക, അതുമാതിരി വിദ്യാഭ്യാസം ചെയ്യുക. ഇങ്ങനെ 2 വൃത്തികൾ കൂടി ചെയ്യണം. ഇനി അതിലും ദോഷമുണ്ടെന്ന് തുടങ്ങുമ്പോൾ എന്തുണ്ടാവണം?
നല്ല സാത്വിക ഭാവം ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോഴുണ്ടല്ലോ ശിലോഞ്ചവൃത്തി എന്നാണ്. ശിലൈർവാ ദോഷകൾ എന്താണ് ശിലവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഇവിടെയും വീണ് കിടക്കണ ധാന്യമണികളുണ്ട്, അതിനെയൊക്കെ പെറുക്കിയെടുത്ത്. പക്ഷേ അതൊന്നും ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കാണ്ട് തന്നെ നിന്നാക്കുക. അതുകൊണ്ട് മാത്രം അപ്പം എന്താ വെച്ചാൽ ഒന്നിനോടും ബാധ്യത ഇല്ലാത്ത അവസ്ഥ വരും ആ സത്വഗുണം അങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാൽ. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവസ്ഥ. ബ്രാഹ്മണസ്യ ഹി ദേഹോയം ക്ഷുദ്രകാമായ നേഷ്യതേ കൃച്ഛായ തപസേ ചേഹ പ്രത്യാനന്ദ സുഖായ ച. ഈ ബ്രാഹ്മണ ജന്മം, മനുഷ്യജന്മം തന്നെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അതിലും വെച്ച് ബ്രാഹ്മണന്റെ ജന്മം കിട്ടാതെ ഈ ശരീരം കിട്ടിയിട്ടുണ്ടെങ്കിലോ അത് ക്ഷുദ്രകാമായ നയിഷ്യതേ, തുച്ഛമായിട്ടുള്ള ലൗകിക സുഖത്തിന് വേണ്ടി അനുഭവത്തിന് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് ഉറപ്പിക്കണം എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നതല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇഹ കൃച്ഛ്രായ തപസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലോകത്തിൽ വളരെ കഷ്ടമായിട്ടുള്ള തപസ്സിനായിക്കൊണ്ടും മരിച്ചതിന് ശേഷം അത്യന്തം ഒരിക്കലും അന്തമില്ലാത്തതായിട്ടുള്ള ആ സുഖത്തിനും വേണ്ടിയിട്ടാണ് ഈ ബ്രാഹ്മണ ശരീരം കിട്ടിയിട്ടുള്ളതെന്ന് ഉറപ്പിക്കണം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ആ മറ്റുള്ള പരിഗ്രഹങ്ങളിൽ നിന്നൊക്കെ കുറഞ്ഞ് ആഗ്രഹങ്ങളൊക്കെ കുറഞ്ഞ് അങ്ങനെ ജീവിക്കാൻ കഴിയണം എന്ന് പറയുകയാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതാണ് ശിലോഞ്ചവൃത്യാ പരിതുഷ്ടചിത്തോ ധർമ്മം മഹാന്തം വിരജം ജുഷാണ മയ്യർപ്പിതാത്മാ ഗ്രഹേവതിഷ്ഠൻ നാദിപ്രസക്ര സമുപൈതി ശാന്തിം. ശിലോഞ്ചവൃത്യാ പരിതുഷ്ടചിത്തോ പറഞ്ഞില്ലേ? ശിലവൃത്തി കൊണ്ടും ഉഞ്ചവൃത്തി കൊണ്ടും പരിതുഷ്ടചിത്തനായിട്ടുള്ളതെന്നാണ്. എന്താണ് ഈ എന്താണ് ഈ അങ്ങാടി തെരുവിൽ വീണ് ധാന്യങ്ങളൊക്കെ പെറുക്കിയിട്ടുള്ളത്? അതിനാണ് ഉഞ്ചവൃത്തി എന്ന് പറയുക. ശിലവൃത്തി എന്ന് അതില്ലേ വീണ് ധാന്യം. ശിലവൃത്തിയും ഉഞ്ചവൃത്തിയും അത് തന്നെയാണ്. ഇങ്ങനെ ഒന്ന് കൃഷിസ്ഥലങ്ങളിൽ കിട്ടുന്നതാണ്, മറ്റൊന്ന് ഈ വഴിച്ചെല്ലാം അവിടെയും ഇവിടെയൊക്കെ വീണ് കിടക്കുന്നതാണ്. ഇങ്ങനെ ഇതാണ് ശിലവൃത്തിയും ഉഞ്ചവൃത്തിയും. ഇതുകൊണ്ട് മാത്രം ഉപജീവനം കഴിക്കുക എന്നിട്ടോ. അങ്ങനെ ചെയ്തുള്ള എന്തുണ്ടാവും? പരിദോഷം. അതുകൊണ്ട് തന്നെ സന്തോഷിക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ ധർമ്മം മഹാന്തം വിരജം ജുഷാണ. ആ രജോഗുണത്തിൻ്റെ ഒട്ടും സ്പരിശമില്ലാത്തതായിട്ടുള്ള മഹത്തായിട്ടുള്ള ആ ധർമ്മത്തെ സേവിച്ചുകൊണ്ട്, അതാണ് സാത്വിക ഭാവത്തിൽ ഭക്തി മാത്രത്തോട് കൂടിയിട്ട് എങ്ങനെ മൈ അർപ്പിതാത്മാ, ആ എന്നിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് ഗൃഹേവതിഷ്ഠൻ, തൻ്റെ ഗൃഹത്തിൽ തന്നെ വസിക്കുന്നവനായിട്ട് എന്ത് ചെയ്യണം? നാദിപ്രസക്ത, ഒന്നിലും അധികമായിട്ടുള്ള ആസക്തി ഇല്ലാണ്ടായിട്ട് സമുപൈതി ശാന്തിം, അദ്ദേഹം പരമമായിട്ടുള്ള ശാന്തിയെ പ്രാപിക്കണു എന്നാണ് ഭഗവാൻ പറയണത്. ഈ ശിലവൃത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞാൽ ധാന്യമണികൾ അങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും. അവർ പറക്കായതിൽ വാരി കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ട് ബാക്കിയുള്ളത് കുറേ ഞങ്ങൾ കിടക്കുന്നുണ്ടാവും. എന്നാലും അത് എടുത്തുകൊണ്ട്, അതായത് ആരെയും ഉപദ്രവിക്കാണ്ട് എടുക്കുന്നതാണ്. അതുകൊണ്ടാണത് അതിൽ ശിലവൃത്തി എന്ന് പറയാം. ഉഞ്ചവൃത്തി എന്ന് പറഞ്ഞാൽ ഇതേമാതിരി തന്നെ കച്ചവട സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ ധാരാളം ഈ അരിമണികൾ ഇതൊക്കെ ഈ വണ്ടിയിൽ നിന്ന് ഇറക്കുമ്പോഴും അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ടാവും. അതൊക്കെ പറക്കി കൂട്ടില്ല. അതിനാണ് ഉഞ്ചവൃത്തി എന്ന് പറയുക. ഇതിനൊക്കെ അമൃതം എന്നാണ് സാധാരണ പറയുക. കാരണം ഇത് ആരെയും ഉപദ്രവിക്കേണ്ട, ആരും തരാണ്ട് സ്വന്തം അതായിട്ട് കിട്ടുന്നതല്ലേ. അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അത് വളരെയധികം സാത്വികമായിട്ടുള്ളതാണ് എന്നാണ് പറയാറ്. സമുദ്ധരന്തിയേ വിപ്രം സീദന്തം മൽപരായണം താനുദ്ധരിഷ്യേന ചിരാൽ ആപദ്യോ നൗരിവർണ്ണവൽ. ഇങ്ങനെ ആ ദാരിദ്ര്യം കൊണ്ട് വളരെയധികം വിഷമിക്കുന്നവരായിട്ടുള്ള ബ്രാഹ്മണന്മാരുണ്ടല്ലോ, അവരെ സമുദ്ധരിക്കുക തന്നെ ഉണ്ടല്ലോ, നല്ല കുറച്ച് സമ്പത്തൊക്കെ ഉള്ള ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള ആൾക്കാർക്കുണ്ടല്ലോ, ഇവരെ സഹായിച്ചാൽ തന്നെ ഉണ്ടല്ലോ അത് വലിയ കാര്യമാണ്. അങ്ങനെ ചെയ്യണമെന്നാണ് പറയണത്. വിപ്രം സീതന്തം മൽപരായണം. എന്നിൽ ഭക്തിയോട് കൂടിയിട്ടുള്ള ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ബ്രാഹ്മണന്മാരെ, ദരിദ്രന്മാരായിട്ടുള്ള ബ്രാഹ്മണർക്കുണ്ടല്ലോ, ആര് ഉയർത്തിവിടുന്നോ അവരെ ഞാൻ തന്നെ എല്ലാ ആപത്തിൽ നിന്നും ഈ ഉദ്ധരിക്കുന്നതാണ് ഭഗവാൻ പറയുന്നത്. എങ്ങനെ എന്താപത്തുനിന്ന്? ഈ നൗരി കപ്പൽ പോലെ സംസാരമാകുന്ന സമുദ്രത്തിൽ നിന്ന് അവരെയും ഞാൻ ഉദ്ധരിക്കും. അതായത് ഒരു നല്ല സമ്പത്തുള്ള ഗൃഹസ്ഥന്റെ പ്രവൃത്തി എന്തായിരിക്കണം? ഇങ്ങനെ പാവപ്പെട്ട ആൾക്കാരെയൊക്കെ സഹായിക്കുക. അതുകൊണ്ട് ഭഗവാൻ സന്തോഷിക്കും. സർവാ സമുദ്രേൽ രാജാ പിതേവ വ്യസനാൽ പ്രജാ ആത്മാനമാത്മനാധീരോ യഥാ ഗജപതി ഗജൻ. അതുമാതിരി ശ്രേഷ്ഠനായിട്ടുള്ള ഒരു രാജാവ് എന്ത് ചെയ്യണം? എങ്ങനെ ഒരു ആനക്കൂട്ടത്തിന്റെ തലവൻ തൻ്റെ കൂടെയുള്ള കീഴിലുള്ള ആനകളെല്ലാം രക്ഷിക്കണു, അതുമാതിരി ധീരനായിട്ടുള്ള അദ്ദേഹം ആത്മനാ
മറ്റുള്ള തൻ്റെ പ്രജകളെയുള്ള വ്യസനങ്ങളിലെല്ലാം അവരിൽ നിന്നെല്ലാം അവരെയൊക്കെ രക്ഷിക്കണം ഒരു രാജാവ് എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള രാജാവ് ഏവം വിധോ നരപതി വിമാനേനാർക്കവർച്ചസ വിദൂയേഹ അശുഭം കൃഷ്ണം ഇന്ദ്രേണ സഹമോദതേ. അങ്ങനെയുള്ള ഒരു രാജാവ് തൻ്റെ ഇതിൽ സൂര്യസങ്കാശമായിട്ടുള്ള തൻ്റെ ഒരു വിമാനത്തിൽ കയറിയിട്ട് തൻ്റെ ശരീരത്തിലെ ഈ ലോകത്തിലുള്ള എല്ലാ അശുഭങ്ങളെയും നശിച്ചിട്ട് ഇന്ദ്രൻ്റെ കൂടെ ഇന്ദ്രലോകത്തിൽ പോയിട്ട് ആനന്ദിക്കാൻ കഴിയുമെന്ന് പറയുകയാണ്. മറ്റുള്ള ജനങ്ങളെക്കാൾ അവരുടെ വിഷമങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു രാജാവിന്. സീതൻ വിപ്രോ വണിവൃത്യ പണൈര്യേവാപദം തരിൽ ഖഡ്ഗേനാവപാദാക്രാന്തോ നശ്വവൃത്യാഗതഞ്ജന. ഇനി ആപദ്ധർമ്മങ്ങൾ എന്ന് പറയും. ഒരു ബ്രാഹ്മണന് തൻ്റേതായിട്ടുള്ള സ്വധർമ്മങ്ങളെ കൊണ്ട് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ വരിക. അല്ലാണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്താണെച്ചാലോ ഒരു ബ്രാഹ്മണന് വേണച്ചാൽ വൈശ്യൻ്റെ, അതായത് കച്ചവട വൃത്തി വേണച്ചാൽ ചെയ്യാന്ന് പറയുകയാണ്. അതെങ്ങനെ പണ്യേരേവ ആപദം തരേൽ, എങ്ങനെയാണ് പണ്യേവ വിൽക്കത്തക്ക സാധനങ്ങളെ കൊണ്ട് മാത്രമേ. മദ്യക്കച്ചവടം നടത്താൻ പാടില്ല ബ്രാഹ്മണന് മറിച്ചാൽ നിലവത്തിൽ ബ്രാഹ്മണ ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ ഹോട്ടലൊക്കെ നടത്തുക, ചെറിയ ചെറിയ കച്ചവടമൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് തൻ്റെ കഴിഞ്ഞുകൂടാനുള്ള വക ഉണ്ടാക്കാം എന്ന് പറയുകയാണ്. ആപത്ത് വരുമ്പോഴാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ആപദാക്രാന്ത ഇനിയോ ഖഡ്ഗേനവാ, ഈ വാള്, അതായത് രാജാവിൻ്റെ സൈനയിൽ ചേർന്നിട്ട് സൈന്യ ഭടനായിട്ട് അങ്ങനെ ചെയ്യാന്ന് പറയാണ്. അല്ലെങ്കിലോ പിന്നെയോ നശ്വവൃത്യ, പക്ഷെ ശൂദ്രന്റെ മാതിരി അതായത് ദാസവൃത്തി ചെയ്തുകൊണ്ട് ഒരു ബ്രാഹ്മണൻ ഒരിക്കലും ജീവിക്കരുത് എന്നാണ് പറയണത്. വൈശ്യവൃത്യാതു രാജന്യോ ജീവേൽ മൃഗയാപതി ചരേദ്വാ വിപ്രരൂപേണ നശ്വവൃത്യാകതഞ്ജന. ഇതേമാതിരി ഒരു ക്ഷത്രിയൻ ഇങ്ങനെ ആപത്തിൽ പെട്ട് കഴിഞ്ഞാലോ വൈശ്യന് വിധിച്ചിട്ടുള്ള വ്യാപാരം കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിലോ നായാട്ട് കൊണ്ടോ അതുമാതിരി വേണമെന്ന് ചെയ്യാൻ ബ്രാഹ്മണന്റെ ചിലതുണ്ടല്ലോ വേദം പഠിപ്പിക്കാൻ തുടങ്ങിയ ബ്രാഹ്മണ വൃത്തികളെ കൊണ്ടും തന്നെ രക്ഷിക്കാൻ ശ്രമിക്കണം. അവനും സ്വവൃത്യാഗത ക്ഷത്രിയനും ഇതിൽ നീചന്മാരെ ആശ്രയിക്കുക എന്നുള്ള നിന്ദ്യമായിട്ടുള്ള പ്രവൃത്തി ഒരിക്കലും ചെയ്യരുതെന്ന് പറയുകയാണ്. ശൂദ്രവൃത്തിം ഭജേൽ വൈശ്യ ശൂദ്ര കാരുകടക്രിയം കൃത്രാൻമുക്തോ നഗരിഹേണ വൃത്തിം ലിപ്സേത കർമ്മണ. വൈശ്യൻ വേണച്ചാൽ ശൂദ്രന്റെ വ്യാപാരത്തെ ചെയ്യാം ആപദ്ധർമ്മമായിട്ട്. ശൂദ്രൻ കാരുകടക്രിയ, അതായത് ആശാരിപ്പണി, പായ നെയ്ത്ത്, ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്തിട്ട് ഉപജീവനം കഴിക്കാം കഷ്ടത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒരിക്കലും നിന്ദ്യമായിട്ടുള്ള പ്രവൃത്തികൾ ആരും ചെയ്യരുത് എന്ന് പറയുകയാണ്. വേദാധ്യായ സ്വഹാസ്വാഹ ബല്യന്നാദ്യൈര്യഥോദയം ദേവർഷി പിതൃഭൂതാനി മദ്രൂപാണ്യന്വഹം യജേൽ. വേദങ്ങളൊക്കെ സ്വാധ്യായ പഠിക്കുക, വേദാധ്യായം വേദങ്ങളൊക്കെ നല്ല പഠിക്കുക. അതിൽ ശ്രാദ്ധം, ഹോമം, ബലി, അന്നദാനം ഇങ്ങനെയുള്ള പ്രവൃത്തികളെ കൊണ്ട് എൻ്റെ തന്നെ മൂർത്തികളായിട്ടുള്ള ദേവന്മാർ, ഋഷികൾ, അതുമാതിരി ബ്രാഹ്മണർ, പിതൃക്കൾ, ഇവരെയൊക്കെ വേണ്ട രീതിയിൽ എല്ലാ ദിവസവും യജിക്കണം എന്ന് പറയുകയാണ്. എല്ലാ ഗൃഹസ്ഥാശ്രമികളും. എതിർച്ചയോപപന്നേന ശുക്ലേനോപാർജിതേന വാ ധനേനാവീടയൻ ഭൃത്യൻ ന്യായേനൈവാഹരേൽ ക്രതുൻ. അതുമാതിരി ഗൃഹസ്ഥനായിട്ടുള്ള ഒരു അദ്ദേഹം എന്ത് ചെയ്യണം, ഒരു രാജാവായാലും വൈശ്യനായാലാക്കട്ടെ, എതിർച്ചയോപവന്നേന ശുക്ലേനോപാർജിതേ, എങ്ങനെ ഇതിൽ എതിർച്ചയായിട്ട് കിട്ടിയിട്ടുള്ള സമ്പത്ത് കൊണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ നല്ല നന്നായിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ട് ആർജിച്ചിട്ടുള്ള സമ്പാദിച്ചിട്ടുള്ള ധനം കൊണ്ടോ എന്ത് ചെയ്യണം, ഭൃത്യന്മാരെ ഉപദ്രവിക്കാണ്ട് കൊണ്ട് ന്യായമായിട്ട് തന്നെ വേണ്ട രീതിയിൽ യാഗങ്ങളൊക്കെ നടത്തണം, അതിനുള്ള പരിശ്രമങ്ങൾ നടത്തണം. കുടുംബേഷു ന സജ്ജേത ന പ്രമാദ്യേൽ കുടുംബ്യവി വിപശ്ചിൽ നശ്വരം പശ്യൽ അത് അദൃഷ്ടമഭിദൃഷ്ടവൽ. ഇങ്ങനെ കുടുംബിയായിട്ട് അതൊരു ഗൃഹസ്ഥാശ്രമി നല്ല കുടുംബവും ഒക്കെ വർദ്ധിച്ചുള്ള കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് കുടുംബേഷു ന സജ്ജേത, അതിൽ ഒട്ടലും ആസക്തി ഒരിക്കലും കയ്യിൽ ഉണ്ടാവരുത് പറയാണ്. പിന്നെയോ എന്നാൽ പ്രമാദങ്ങളൊന്നും ഉണ്ടാവരുത്. എന്താണ് താനും കുടുംബത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണ്, അങ്ങനെയുള്ള ഭാവങ്ങളൊന്നും ഉണ്ടാവരുത് എന്നിട്ടോ. എന്ത് വേണം, വിപശ്ചിൽ അറിവുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, അദൃഷ്ടമായി സ്വർഗാദി ലോകത്തിലും ഉണ്ടല്ലോ ദൃഷ്ടഫൽ, ഈ ലോകം പോലെ തന്നെ നശ്വരാണെന്ന് മനസ്സിലാക്കണം എന്ന് പറയുകയാണ്. ഇവിടെ സുഖം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും സ്വർഗ്ഗലോകത്ത് ചെന്നാലും അതെല്ലാം നശ്വരങ്ങളാണെന്ന് മെല്ലെ മനസ്സിലാക്കണം എന്നിട്ടോ. പുത്ര
പുത്രധാര അപ്പത ബന്ധൂനാം സംഗമ പാന്തസംഗമ അനുദേഹം വിയന്ത്യേതേ സ്വപ്നോ നിദ്രാനുഗോ യഥാ. ആ ബന്ധുക്കള്, പുത്രന്മാര്, ഭാര്യ, ഇതില്ലേ വളരെ മിത്രങ്ങളെ, ഇവരൊക്കെ ഉണ്ടല്ലോ സംഗമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എന്താ രാമായണത്തിൽ പറയുക, വഴിയമ്പലത്തിൽ വന്നുള്ള യാത്രക്കാര്യമാരെന്ന് പറയില്ലേ, അതുമാതിരി പാന്തസംഗമ, അവര് വഴിയിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടുമുണ്ടല്ലോ, ഏതാ വഴിയമ്പലത്തിൽ വെച്ച് ഇടയ്ക്ക് കണ്ടുമുട്ടും, കുറച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ പിരിഞ്ഞു പോവും. അതുമാതിരിയല്ലോ നമ്മുടെ ഈ ബന്ധുക്കളും എല്ലാം അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ മാതിരി മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് നിദ്ര അനുക സ്വപ്നയഥാ, ഉറങ്ങണ സമയത്ത് എങ്ങനെ സ്വപ്നം വരുന്നു, സ്വപ്നം പോയി കഴിഞ്ഞു വെച്ചാൽ അതെല്ലാം നശിക്കും ചെയ്യില്ലേ ഉണർന്നു കഴിഞ്ഞാൽ, അതുമാതിരി അനുദേഹം വിയന്തി, ഈ ദേഹമുള്ളിടത്തോളം കാലം മാത്രമേ ഉള്ളൂ ഈ ഭാര്യ, മക്കളെ, ബന്ധുക്കൾ, ഇതൊക്കെ ഈ ദേഹം വിട്ട് കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലാണ്ട് ഇതൊന്നും വാസ്തവങ്ങളല്ല എന്ന് ചിന്തിച്ച് അറിയണം. ഇത്തം പരിമൃശൻ മുക്തോ ഗൃഹീഷ്വാതിരിവൽവസൻ നഗ്രഹൈരനുബധ്യേത നിർമ്മമോ നിരഹംകൃത. ആ അവധൂതൻ പറഞ്ഞു കൊടുത്തുള്ള ഗുരുക്കന്മാരിലെ പാമ്പിന്റെ പറഞ്ഞില്ലേ, പാമ്പൊരിക്കലും വീടുണ്ടാക്കില്ല, വീട്ടിൽ കഴിയില്ല എന്ന്. അതുമാതിരി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇത്തം പരിമൃശൻ മുക്തോ, മനസ്സ് അതിൽ ബുദ്ധി കൊണ്ട് മനസ്സ് മുക്തനായിട്ട് എന്ത് ചെയ്യണം, ഗൃഹീക്ഷ അതിഥിവൽ വസൻ, തൻ്റെ സ്വന്തം വീട്ടിൽ താനൊരു അതിഥിയാണെന്നുള്ള ഭാവത്തിൽ ജീവിക്കണം എന്ന് പറയുകയാണ്. നഗ്രഹൈരനുബധ്യേത നിർമ്മമോ നിരഹംകൃത, ഞാൻ എൻ്റെ എന്നുള്ള ഭാവം ഇല്ലാണ്ട കണ്ട് ആ ഇല്ലാത്തവനായിട്ട് ഗൃഹത്തിൽ ഒന്നിനോടും ബന്ധമില്ലാണ്ട് അങ്ങനെ ജീവിക്കാൻ കഴിയണം എന്ന് പറയുകയാണ് ആ ഒരു ഗൃഹസ്ഥാശ്രമിക്ക്. അതിൽ ശ്രീരാമകൃഷ്ണ പരമഹംസം പറയും, എങ്ങനെ നമ്മുടെ വീട്ടിൽ ഒരു വേലക്കാരി എന്ത് ചെയ്യണു, നമ്മുടെ വീട്ടിൽ വന്ന് ജീവിക്കുന്ന സമയത്ത് എൻ്റെ ഉണ്ണി അതായത് നമ്മുടെ കുട്ടികളെ എടുത്ത് കളിപ്പിക്കും, അതൊക്കെ ചെയ്യും. അത് കഴിഞ്ഞാൽ അതിന് ഉള്ളിൽ നന്നായിട്ട് അറിയാം എൻ്റെ കുട്ടിയൊന്നല്ല, എൻ്റെ ജോലി പോയി കഴിഞ്ഞാൽ അതവിടെ പോവും, ഈ കുട്ടിക്കൊന്നും അതിന് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അതുമാതിരി ആയിരിക്കണം നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഓരോരുത്തരോട് പുറത്ത് പറയുന്നതും മനസ്സുകൊണ്ട് തീരുമാനിക്കും, ഇതൊന്നും എൻ്റെ അല്ല, ഇതൊക്കെ കുറച്ചു കാലം എൻ്റെ കൂടെ ഉണ്ട്, ഇതൊക്കെ കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പോവും, ഇവരെവിടെയെങ്കിലും പോകും എന്നുള്ള ഭാവം എല്ലാം അതാണ്. അതിഥിവൽ വസൻ നിർമ്മമോ നിരഹ അനുബധ്യേത, ഗൃഹസ്ഥലുള്ള ഒന്നിനോടും മനസ്സുകൊണ്ട് ബന്ധം പാടില്ല എന്ന് പറയാണ് കേട്ടോ. കർമ്മവിർ ഗൃഹമേധീയൈർ ഇഷ്ട്വാ മാമേവ ഭക്രിമൻ തിഷ്ടേൽ വനം വോപിവിശീൽ പ്രജാവൻ വ പരിമ്രജേൽ. അങ്ങനെ എന്നിൽ അങ്ങനെ ഭക്തി ഉറപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഈ ഗൃഹസ്ഥാശ്രമികൾക്ക് വിധിച്ചതായിട്ടുള്ള ആ കർമ്മങ്ങളെ കൊണ്ട് എന്ത് ചെയ്യണം, ആ എന്നെ തന്നെ ഭരിക്കണം. ഗൃഹസ്ഥാശ്രമം ജീവിക്കുമ്പോണ്ടല്ലോ ആ തൻ്റെ ആ ശുക്ലാർജിതമായിട്ടുള്ള രീതിയിലുള്ള ആർജിച്ചുള്ള ധനങ്ങളെ കൊണ്ട്, യജ്ഞങ്ങളെ കൊണ്ടും ദാനങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് എന്നെ തന്നെ പൂജിക്കണം എന്നിട്ടോ. പ്രജാവാൻ സന്താനങ്ങളോടുകൂടി ആയിട്ട് കഴിയണ സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ അതിനൊക്കെയുള്ള ആഗ്രഹം വിട്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് നേരെ കാട്ടിലേക്ക് പോവാം, വാനപ്രസ്ഥത്തിന് പോവാം, വനം ഉപവിശേൽ വാനപ്രസ്ഥത്തിന് പോവാം. അല്ലാന്നുണ്ടെങ്കിലോ പരിമ്രജയിൽ അല്ലാന്നുണ്ടെങ്കിലോ നേരിട്ട് സന്യാസത്തിലേക്കും പോവാന്ന് പറയുകയാണ്. യസ്ത്വാസക്തമതിർഗേഹേ പുത്രവിത്തേഷണാതുര സ്ത്രൈണ ക്രമണധീർമൂഢോ മമാഹമിതി ബധ്യതേ. ഏതൊരുത്തൻ ഈ വീട്ടില് ആസക്തനായിട്ട് എന്ത് ചെയ്യണു, പുത്രവിത്തേഷണാതുര, പുത്രന്മാരിലും ധനത്തിലും അത്യാസക്തി ഉള്ളവനാണോ അവനോ വെറും സ്ത്രൈണനായ സ്ത്രീകൾക്ക് അധീനനായിട്ട് ദുഃഖിതനായിട്ട് മൂഢനായിട്ട് മമ അഹം ഞാൻ എൻ്റെ എന്നുള്ളതിൽ അങ്ങനെ ബധ്യത അങ്ങനെ മുഴുകി അങ്ങനെ കഴിയും എന്നിട്ടോ. അഹോമേ പിതരോ വൃദ്ധോ ഭാര്യാബാലാത്മജാത്മജ അനാഥാമാമൃതേദീന കരം ചിവന്തി ദുഃഖിത. എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഓരോ മനോരാജ്യം കാണും. ഞാനില്ലാണ്ട് വെച്ചാൽ നോക്കൂ, എൻ്റെ ഈ വയസ്സായിട്ടുള്ള അച്ഛനമ്മമാര്, എൻ്റെ ഭാര്യ, മാതിരി കുട്ടികളെ, ഇവരൊക്കെ ഞാനില്ലാണ്ട് എങ്ങനെയാണ് കഴിയുക, ഞാൻ പോയി കഴിഞ്ഞാൽ ആരാ അവർക്കൊക്കെ ഉള്ള രക്ഷ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു പറയാണ്. ഏവം ഗൃഹാശയാക്ഷിപ്ത ഹൃദയോ മൂഢധീരയം അതൃപ്തസ്ഥാനുധ്യായൻ മൃതോന്ധം വിശദേലമാ. ഇങ്ങനെ ഈ ഗൃഹത്തിൽ ആക്ഷിപ്ത ഹൃദയനായിട്ട് അതിലെ മൂഢധി, ആ മനസ്സ് അതിലെ അറിവില്ലാത്തവനായുള്ള അവൻ എന്ത് ചെയ്യും, ഒന്നും തൃപ്തനാവാണ്ട് എത്ര ചെയ്താലും മനസ്സിനും തൃപ്തി വരില്ല. അവരെ സ്നേഹിച്ചുകൊണ്ട് അവരെ സേവിച്ചുകൊണ്ട് അവരെ ചെയ്തുകൊണ്ട് അതൃപ്തസ്ഥാനുധ്യായൻ മൃതോന്ധം വിശദേതമാ, മരിച്ചിട്ട്
വീണ്ടും ആ നരകമായിട്ടുള്ള ഈ ലൗകിക വിഷയങ്ങളിൽ തന്നെ വീണ്ടും വീണ്ടും പ്രാപിക്കും എന്ന് മനസ്സിലാക്കിക്കോളൂ ഉദ്ധവ എന്ന് പറയുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ഏകാദശസ്കന്ധേ സപ്തദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അവധൂത ബ്രാഹ്മണൻ ആ മാടപ്രാവിന്റെ കഥയിൽ കൂടെ അതാണ് പറഞ്ഞു കൊടുത്തത് ഏത് മഹാരാജാവിന്.